നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ശോചനീയാവസ്ഥയിലും ബലക്ഷയത്തിലുമുള്ള ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണിയിലൂടെ ലക്ഷങ്ങളുടെ അഴിമതി നടത്താൻ ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ബിജെപിയുടെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തായംകുളങ്ങരയിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സമരസംഗമം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് പുല്ലാനിക്കാട് റോഡിലുള്ള വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ കേന്ദ്രമാക്കി മാറ്റുന്നുവെന്നാരോപിച്ച് പ്രതിഷേധ മാർച്ച്. വാർത്തകൾ വിശദമായി. ശോചനീയാവസ്ഥയിലും ബലക്ഷയത്തിലുമുള്ള ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണിയിലൂടെ ലക്ഷങ്ങളുടെ അഴിമതി നടത്താൻ ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ബിജെപിയുടെ പ്രതിഷേധം. ബിജെപി ചേർപ്പ് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ബിജെപി എറണാകുളം മേഖലാ ജനറൽ സെക്രട്ടറി സേവിൻ പള്ളത്ത പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒന്നാമതായി പറയുവാനുള്ളത്, അഴിമതി എന്നാൽ ഒരമ്മ പെറ്റ ഇരട്ട മക്കളെ പോലെയാണ് അഴിമതിയും കോൺഗ്രസും. ഈ കാലം അത്രയും ഈ രാജ്യം, ഈ നാട് കട്ടുമുട്ടിച്ച പാരമ്പര്യം പോർന്ന കോൺഗ്രസാണ് ഈ ചേർപ്പ് പഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇന്ന് നമുക്ക് പിൻഭാഗത്തായിട്ട് കാണുന്ന ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കമ്മ്യൂണിറ്റി ഹാളിനേക്കാൾ പരിതാപകരമായി വരുന്ന ആളുകളിൽ അധപ്പതിക്കാൻ പോകുന്ന ഈ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഭരണസമിതി ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ പേരിൽ ഇനിയും ഈ നാട് കട്ടുമുടിക്കാമെന്ന മോഹമാണെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം നടത്തുവാൻ തയ്യാറായ, അതായത് ഇന്നലെ ഹരിപ്രസാദ് സൂചിപ്പിച്ച പോലെ ഇരുട്ടിന്റെ മറവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്വകാര്യമായി ഇത്തരത്തിലൊരു പഞ്ചായത്ത് മീറ്റിംഗ് നടത്തിക്കൊണ്ട് ഈ ചേർപ്പിനെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടപ്പിലാക്കുവാനുള്ള കോൺഗ്രസുകാരന്റെ നെറികെട്ട പരിപാടിയെ കണ്ടെത്തിക്കൊണ്ട് ഈ നാടിന് വേണ്ടി അത് ചെറുത്തു തോൽപ്പിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്ന ചേർപ്പിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭടന്മാരെ മുക്തകണ്ഠം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് വേണ്ടി അഭിനന്ദിക്കുവാൻ ഈ സാഹചര്യം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇടിഞ്ഞു വീഴാറായ കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണിക്കായി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് അഴിമതിക്കായി മാത്രമാണെന്ന് സേവിൻ പള്ളത്ത് ആരോപിച്ചു. ശോചനീയാവസ്ഥയിലായ ഹാൾ പൂർണ്ണമായും പൊളിച്ചു പണിയുക മാത്രമാണ് അംഗീകരിക്കാനാവുക എന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ നീക്കത്തിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർമാരായ പ്രിയലത പ്രസാദ്, ശ്രുതി വിജിൽ, അമ്പിളി എന്നിവർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു. കമ്മ്യൂണിറ്റി ഹാളിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കി കണ്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഒരുപാട് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാള് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ശ്രമവും നാളിതുവരെ നടത്താതെ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വാർക്ക ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്ന, അതുപോലെ തന്നെ കാട് കയറി നശിച്ച് എല്ലാ ചുമരും വളരെ മോശം അവസ്ഥയിൽ നിൽക്കുന്ന, ഇപ്പോഴോ കുറച്ച് കഴിഞ്ഞിട്ടോ ഇടിഞ്ഞു വീഴാമെന്ന് ആ നിലയിൽ നിൽക്കുന്ന, ചോർച്ചയില്ലാത്ത ഒരു ഭാഗം പോലുമില്ലാത്ത, കൃത്യമായിട്ടുള്ള ഒരു ശുചിമുറിയോ ഒരു ഗ്രീൻ റൂമോ ഇല്ലാത്ത, ഒട്ടും തന്നെ ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാളിനെ വീണ്ടും അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ ലക്ഷങ്ങൾ വീണ്ടും വകയിരുത്തി അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുവാനുള്ള ഒരു ഗൂഢശ്രമമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഡിവൈഎഫ്ഐ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തായംകുളങ്ങരയിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സമരസംഗമം.
ഡിവൈഎഫ്ഐ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയോടെയാണ് സമരസംഗമം ആരംഭിച്ചത്. പെരുമ്പിളിശ്ശേരി സെന്ററിൽ നിന്ന് ആരംഭിച്ച യുവജന റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. യുവജന റാലി പിന്നീട് സമ്മേളന നഗരിയായ തായംകുളങ്ങര മഹാത്മാ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരസംഗമം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 8-9 ദിവസം ബഹദൂർ ഷാ ഇന്ത്യയുടെ ചക്രവർത്തിയായി മാറി. ദിവസങ്ങൾക്കകം ബ്രിട്ടീഷ് പട്ടാളം അതിശക്തമായ രീതിയിൽ ഡൽഹി ആക്രമിച്ച് ബഹദൂർ ഷായെ കീഴ്പ്പെടുത്തി സമരം നടത്തിയ സിപ്പായിമാരെയെല്ലാം വധിച്ച് വീണ്ടും ഭരണം തിരിച്ചുപിടിച്ചു. ബഹദൂർ ഷായെ ബർമയിലേക്ക് നാടുകടത്തി കുടുംബത്തെ. പിന്നെ ബഹദൂർ ഷാ ഇന്ത്യയിലേക്ക് വന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം വീണ്ടും 60 വർഷങ്ങൾക്ക് ശേഷമാണ് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. ഡിവൈഎഫ്ഐ ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് CS സംഗീത് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് NG ഗിരിലാൽ, ബ്ലോക്ക് സെക്രട്ടറി AS ജിംഷാർ, ട്രഷറർ PK അഖിൽ, TS സവിത, സിബിൻ C ബാബു, CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ഏരിയ കമ്മിറ്റി അംഗം KK അനിൽ, ഡിവൈഎഫ്ഐ ചേർപ്പ് മേഖലാ സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, അനന്തു K ദിനേശ്, OS വിഷ്ണു എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് പുല്ലാനിക്കാട് റോഡിലുള്ള വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ കേന്ദ്രമാക്കി മാറ്റുന്നുവെന്നാരോപിച്ച് പ്രതിഷേധ മാർച്ച്. വനിതാ വ്യവസായ കേന്ദ്രം സംരക്ഷണ സമിതി പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. വനിതാ വ്യവസായ കേന്ദ്രത്തിൽ കിടക്കുന്ന പാഴ്വസ്തുക്കൾ കുഴിച്ചുമൂടിയെങ്കിലും പുറമേ കാണുന്ന നിലയിലാണ്. മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ അങ്കണവാടിയും ഹോമിയോ ഡിസ്പെൻസറിയും കൃഷിഭവനുമടക്കം പൊതുജനങ്ങൾ നിരന്തരം വന്നുപോകുന്ന പ്രദേശത്തുനിന്ന് മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം. ആക്ടിവിസ്റ്റ് കൂടിയായ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു വനിതാ വ്യവസായ കേന്ദ്രം ഒരു നാട്ടിൽ, അതും 10-50 സെന്റിന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു, 47 സെന്റോളമുള്ള ഈ സ്ഥലം അനുവദിച്ചു കിട്ടുക, അങ്ങനെ അവിടെ വ്യവസായ കേന്ദ്രം സ്ഥാപിക്കുക, അതിനുവേണ്ടി നമ്മൾ ഇപ്പം ഉള്ളത് ഖാദിയുടെയാണ്. അങ്ങനെ ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഹോമിയോ കേന്ദ്രത്തിലേക്ക്, പ്രത്യേകിച്ച് അവണിശ്ശേരിയിലെ ഹോമിയോ കേന്ദ്രം അത്യാവശ്യം നന്നായി പ്രവർത്തിക്കുന്നതാണ്. എത്ര രോഗികളാണ് എത്തിച്ചേരുന്നത്, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങള്, അതുപോലെ അവിടെയുള്ള അങ്കണവാടി, അങ്ങനെ മറ്റ് പല സ്ഥാപനങ്ങളും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് മാലിന്യ സംസ്കരണത്തിലോ അല്ലെങ്കിൽ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് തുടങ്ങിയത്. അപ്പോൾ തന്നെ അത് നിരാശാജനകമാണ്. കാരണം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ടുന്ന, ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനൊരു സ്ഥലം വന്നിട്ട് ഇങ്ങനെയൊരു കേന്ദ്രം തുടങ്ങിയത്. അങ്ങനെ പതുക്കെ പ്ലാസ്റ്റിക്, അജൈവ മാലിന്യങ്ങൾ അവിടെ എത്തി തുടങ്ങുന്നു. അത് പിന്നീട് അവിടെയുള്ള മനുഷ്യരെ, അവിടെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളെ അങ്ങനെ തന്നെ നശിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. വനിതാ വ്യവസായ കേന്ദ്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് CB സജിത്ത് അധ്യക്ഷനായി. ഇത് ഒരു ജനവാസ മേഖലയിൽ ഇത്രയും അധികം ആൾക്കാർ വരുന്നതാ, വഴി ചെറുതായിട്ടുള്ള ഫയർ എഞ്ചിൻ പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഇത്രയും ഇടുങ്ങിയ ഒരു വഴിയിൽ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ച് ഈ പരിപാടി ആരംഭിക്കാം എന്നുള്ള രീതിയിൽ താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന വനിതാ വ്യവസായ കേന്ദ്രത്തിലെ മാലിന്യ കേന്ദ്രം, അത് പുതിയ കെട്ടിടം പണിതുകൊണ്ട് അതൊരു മാലിന്യ ഹബ്ബാക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ലിജി ബെന്നി, ഷീന ചന്ദ്രൻ, ഡിവിൻ, ആഴ്സൺ, ജോൺസൺ എന്നിവർ സംസാരിച്ചു. ചേർപ്പിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഒല്ലൂർ പെരുവാങ്കുളങ്ങര സ്വദേശി വെട്ടിയാടൻ വീട്ടിൽ 62 വയസ്സുള്ള പാപ്പച്ചനാണ് മരിച്ചത്.
വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. മുട്ടക്കച്ചവടക്കാരനായിരുന്നു അപകടത്തിൽ മരിച്ച പാപ്പച്ചൻ. വെള്ളിയാഴ്ച കച്ചവടം കഴിഞ്ഞ ബൈക്കിൽ ഒല്ലൂരിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് പാപ്പച്ചൻ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ചേർപ്പ് പള്ളിവളവിൽ വെച്ച് ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്കിൽ എതിരെ വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ചേർപ്പ് ആക്സ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പള്ളിവളവിൽ മുൻപും ഒട്ടേറെ അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിലോമിനിയാണ് മരിച്ച പാപ്പച്ചന്റെ ഭാര്യ. നവീനാണ് മകൻ. ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനവും ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിലും തുടർന്നുള്ള തിരുനാൾ കുർബാനയിലും ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 6:30 നടന്ന കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ പോളി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ കൂട് തുറക്കൽ ശുശ്രൂഷ നടന്നു. തുടർന്ന് 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഇടവക വികാരി ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അദ്ദേഹം CLC സംഘടനയുടെ പതാകയും ഉയർത്തി. രാവിലെ 10 മണിക്കുള്ള തിരുനാൾ കുർബാനയ്ക്ക് ചൊവ്വൂർ ഇടവകാംഗമായ അനീഷ് പെരുമ്പള്ളി മുഖ്യ കാർമ്മികനായി. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം തിരുശേഷിപ്പ് വഹിച്ചുള്ള പ്രദക്ഷിണവും ഭക്തി നിർഭരമായി. ഇടവകയിലെ CLC അംഗങ്ങളായ യുവതികളാണ് തിരുനാൾ പ്രദക്ഷിണത്തിൽ പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപമുള്ള രൂപക്കൂട് വഹിച്ചത്. കൈക്കാരന്മാർ, യൂണിറ്റ് സംഘടനാ ഭാരവാഹികൾ എന്നിവർ തിരുനാൾ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. ചേർപ്പ് മുത്തുളിയാലിൽ പാടത്തെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിടുന്നതിനിടെ യുവാക്കൾ മലമ്പാമ്പിനെ പിടികൂടി. മുത്തുളിയാൽ തെക്കുംപാടത്താണ് മലമ്പാമ്പിനെ പിടികൂടിയത്. ഇന്ന് ശനിയാഴ്ച രാവിലെയാണ് സംഭവം. തെക്കുംപാടത്തെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിടുകയായിരുന്നു യുവാക്കൾ. ഇതിനിടയിലാണ് കണ്ടാടി വലയിൽ കുരുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. മലമ്പാമ്പിനെ ഇവർ ഉടൻ തന്നെ കരയിലെത്തിച്ചു. 5 അടിയോളം നീളമുള്ളതാണ് മലമ്പാമ്പ്. പിടികൂടിയ മലമ്പാമ്പിനെ പിന്നീട് മാന്നാമംഗലത്ത് നിന്നെത്തിയ ഫോറസ്റ്റ് അധികൃതർക്ക് യുവാക്കൾ കൈമാറി. തെക്കുംപാട ദേശത്ത് നിന്ന് പിള്ളേര് പറഞ്ഞു ഇങ്ങനെ മലമ്പാമ്പ് പെട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പിള്ളേരൊക്കെ കൂടിയിട്ട് വന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു വലയില് എന്ന് പറയാ ഈ മലമ്പാമ്പ് എന്ന് പറഞ്ഞ പാമ്പിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കരക്ക് കയറ്റി ഇതേപ്പോൾ അതിനെ വലയിൽ നിന്ന് അഴിച്ച് ഇതാക്കി. ഇനിയിപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വിളിച്ചിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുൻ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പെരുമ്പളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഇല്ലനിറയും ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടത്തിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തുടക്കമായി. തുടർന്ന് ഇല്ലം നിറ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രത്യേക പൂജകളോടെ ആൽത്തറയിൽ നിന്ന് നാമജപ ഘോഷയാത്രയായാണ് ഇല്ലം നിറയ്ക്കായുള്ള നെൽക്കതിരുകൾ എത്തിച്ചത്. ക്ഷേത്ര മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി ഇല്ലം നിറ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് M രാമചന്ദ്രൻ, സെക്രട്ടറി TN ബാലൻ, ട്രഷറർ സുബിൻ കുമാർ, MB ബാബു, KS രാമദാസ്, രാമചന്ദ്രൻ ആഞ്ചേരി, M ബാലചന്ദ്രൻ, മാതൃസമിതി പ്രസിഡന്റ് ബിന്ദു ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ഉഷ വേണുഗോപാൽ, വിജയലക്ഷ്മി, ലേഖ പ്രവീൺ, അനിത എന്നിവർ നേതൃത്വം നൽകി. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA-യിൽ ചേർപ്പ് മേഖലാ ഓപ്പറേറ്ററായിരുന്ന അന്തരിച്ച MG ബിജുവിന്റെ കുടുംബത്തിന് മരണാനന്തര സഹായം നൽകി. COA വെൽഫെയർ മരണാനന്തര സഹായമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകിയത്. ചേർപ്പ് മേഖല കേബിൾ TV ഓപ്പറേറ്ററായിരിക്കെ അന്തരിച്ച MG ബിജുവിന്റെ കുടുംബത്തിനായി COA വെൽഫെയർ മരണാനന്തര ധനസഹായമായി 5 ലക്ഷം രൂപയാണ് നൽകിയത്. COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ബിജുകുമാർ 5 ലക്ഷം രൂപയുടെ ചെക്ക് അന്തരിച്ച MG ബിജുവിന്റെ അമ്മ ഫിലോമിനയ്ക്ക് കൈമാറി. COA ചേർപ്പ് മേഖലാ പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ, ഡിജിറ്റൽ വിഷൻ മാനേജിംഗ് പാർട്ണർ PV രവി, ജില്ലാ വെൽഫെയർ കമ്മിറ്റി അംഗം റൂസ്വെൽറ്റ് റാഫേൽ എന്നിവർ മരണാനന്തര ധനസഹായം കൈമാറിയ ചടങ്ങിൽ സംബന്ധിച്ചു. കരുവന്നൂരിൽ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയിരുന്ന ആംബുലൻസ് റോഡിലെ ചെളിക്കുഴിയിൽ താഴ്ന്ന് തകരാറിലായി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ആംബുലൻസ് തകരാറിലായത്.
സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ആംബുലൻസ് കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപത്ത് റോഡിലെ ചെളിക്കുഴിയിൽ താഴ്ന്നത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന മേഖലയാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റോഡ്. ഈ ഭാഗത്ത് കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. കോൺക്രീറ്റ് പൂർത്തിയായ റോഡിന്റെ ഒരു വശം ഉയർന്നും മറുഭാഗം താഴ്ന്നുമുള്ള സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. കോൺക്രീറ്റ് നിർമ്മാണം നടക്കാത്ത റോഡിന്റെ ഭാഗം മഴ ശക്തമായതോടെ കുഴികൾ രൂപപ്പെട്ട അവസ്ഥയിലായത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതിനിടയിലാണ് രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് ചെളിക്കുഴിയിൽപ്പെട്ടത്. മുൻവശത്തെ ടയറുകൾ ചെളിയിൽ താഴ്ന്നതോടെ ആംബുലൻസ് തകരാറിലായി. തുടർന്ന് നാട്ടുകാർ ചേർന്ന് തകരാറിലായ ആംബുലൻസ് റോഡിൽ നിന്ന് തള്ളിമാറ്റി. പകരം മറ്റൊരു ആംബുലൻസ് എത്തിച്ച് രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ ഇതേ സ്ഥലത്ത് ഒട്ടേറെ ഇരുചക്ര വാഹനങ്ങളും റോഡിലെ ചെളിക്കുഴിയിൽ താഴ്ന്നിരുന്നു. ഈ വാഹനങ്ങളും നാട്ടുകാരുടെ സഹായത്തോടെ തള്ളി നീക്കുകയായിരുന്നു. ചെളിക്കുഴിയിൽ വാഹനങ്ങൾ അകപ്പെട്ടതിനെ തുടർന്ന് ഏറെ സമയം ഗതാഗത തടസ്സം നേരിട്ടു. കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ഇതുവഴി വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുവഴി പ്രവേശനമുള്ളത്. വാഹനയാത്രികരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അധികൃതർ യാതൊരുവിധ സുരക്ഷയും ഒരുക്കുന്നില്ലെന്ന പരാതിയും ശക്തമായിട്ടുണ്ട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. അവണിശ്ശേരി ചെറുവത്തൂർ ഹാളിലായിരുന്നു ഓണാഘോഷവും കുടുംബസംഗമവും ഒരുക്കിയത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കുടുംബത്തിലെ വലിയ രീതിയിലുള്ള പഴയ കൂട്ടുകുടുംബത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒറ്റപ്പെട്ട ഒരു ജീവിത രീതിയിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അത് പ്രത്യേകിച്ച് അറിയുന്ന ആളുകളാണ് ഞങ്ങൾ ഫോട്ടോഗ്രാഫർമാർ. കാരണം ഏതൊരു കുടുംബമാണെങ്കിലും ആ കുടുംബത്തിലെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ആ കുടുംബത്തിലേക്ക് പോകുന്ന ആളുകളാണ് ഫോട്ടോഗ്രാഫർമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമൂഹവുമായി ഏറ്റവും അടുത്ത് ഇടപഴകി നടക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ AKP എന്ന് പറയുന്ന സംഘടന വളരെ കൃത്യമായി തന്നെ നമ്മുടെ അംഗങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. 4 ലക്ഷത്തിലധികം രൂപ ഈ മേഖലയ്ക്ക് തന്നെ ഈ വർഷത്തിൽ കിട്ടിയിരുന്നു. 14 മേഖലകൾ തൃശ്ശൂർ ജില്ലയ്ക്ക് അകത്തുണ്ട്. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ, അത് പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ളൊരു പദ്ധതിയാണ്. അതിലാർക്കും പെട്ടെന്നൊന്നും കാശ് കിട്ടല്ലേ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഒരു അംഗം മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ കിട്ടുന്നൊരു പദ്ധതിയാണ്. ഏകദേശം 9,66,100 രൂപ കൊടുക്കുന്നൊരു പദ്ധതിയാണ്. ഒരാളും മരണപ്പെടരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ നമുക്ക് ആർക്കും ആ പൈസ കിട്ടാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം. മുതിർന്ന അംഗങ്ങളെ അദ്ദേഹം ആദരിച്ചു. അസോസിയേഷൻ ചേർപ്പ് മേഖലാ പ്രസിഡന്റ് KV ഷിബു അധ്യക്ഷനായിരുന്നു. വ്യക്തിഗത പ്രതിഭകൾക്കുള്ള ആദരം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് നിർവഹിച്ചു. മേഖലാ ഇൻചാർജ് PV ശിവാനന്ദൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അസോസിയേഷൻ ജില്ലാ ട്രഷറർ സുനിൽ ബ്ലോക്ക്സ്റ്റോൺ, മേഖലാ സെക്രട്ടറി MC കിഷോർ, മേഖലാ ട്രഷറർ രഞ്ജുനാഥ്, അസോസിയേഷൻ ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് PG വേണുഗോപാൽ, ചേർപ്പ് യൂണിറ്റ് പ്രസിഡന്റ് അജിത് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. അസോസിയേഷന്റെ പ്രത്യേകതകൾ വളരെ സിമ്പിളായി പറയാം. ഈ ഒരു 6-7 മാസം കൊണ്ട് തന്നെ 4-5 ലക്ഷം രൂപയാണ് നമ്മുടെ മേഖലയിലേക്ക് AKP സംഘടന മുഖാന്തരം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇൻഷുറൻസ്, ജില്ലാ വെൽഫെയർ, സംസ്ഥാന വെൽഫെയർ എന്നിങ്ങനെയുള്ള ഓരോ സംഘടനകളുടെ പ്രവർത്തനത്തിൽ നിന്നും, അതുപോലെ കൈനീട്ടം പദ്ധതി, ഇങ്ങനെയുള്ള ഓരോ പദ്ധതി കൊണ്ടും നമ്മുടെ മേഖലയിലേക്ക് 2 യൂണിയനിലേക്ക് ആയിട്ട് കൃത്യമായ ഒരു 5 ലക്ഷത്തിന്റെ അടുത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ സംസ്ഥാനത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് 85,000 രൂപ. ആതുര സേവനം ഏറ്റവും മികച്ചതാക്കാൻ ഫാമിലി ഹോസ്പിറ്റൽ കോടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കോടന്നൂർ ചാക്യാർ കടവ് റോഡിൽ പാറയ്ക്കൽ ബിൽഡിംഗിലാണ് ഫാമിലി ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്.
പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഫാമിലി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു. കോടന്നൂർ സെൻട്രലിലേക്ക് ഒരു പൊൻതൂവലാണ് ഈ ഒരു ഹോസ്പിറ്റൽ വന്നത്. നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധാരണക്കാർ ഏറ്റവും അധികം തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പാർലം. അപ്പോൾ വളരെ ഇപ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ അസുഖം വന്നിട്ട് പനി വന്നിട്ട് പോലും ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ആയിരങ്ങൾ ചിലവഴിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ സാധാരണക്കാരുടെ ഒരു ജീവിത രീതി വെച്ചിട്ട് അവരുടെ സാമ്പത്തിക ഒരു ഇത് വെച്ചിട്ടൊക്കെ നല്ല രീതിയിൽ അവർക്ക് സേവനം നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ലാബിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ലിജീവ് നിർവഹിച്ചു. അപ്പോൾ ഈ ചാക്യാർക്കടവ് ദേശം മാത്രം അത്തരത്തിലൊരു പുരോഗമനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമായിരുന്നു. നമ്മുടെ ഈ ഭാഗം മാത്രം ഒരു കളിയാക്കലൊക്കെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ JB ടവർ ജോസേട്ടൻ്റെ വരുന്നത്. അതിലൂടെ ഞങ്ങൾക്ക് വളരെ ആ ഒരു മാനം നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാറയ്ക്കൽ ടവർ, ഇതിലൂടെ ഇത്തരത്തിലുള്ള വളരെ വലിയ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ആതുരമായി വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവർക്ക് എൻ്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ. KT അഷ്കർ അധ്യക്ഷനായിരുന്നു. ഒരു നാടിൻ്റെ ഏറ്റവും അടിയന്തര ആവശ്യങ്ങളിൽ ഒന്നാമത് ഏതെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിയും പറയും ഒരു ആതുരാലയം എന്നുള്ളത്. ഈ ഫാമിലി ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടീസിൽ അതിൻ്റെ പ്രവർത്തകരിലൊക്കെ നിങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയതുപോലെ തന്നെ ഏറ്റവും മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു സ്ഥാപനമായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഫാമിലി ഗ്രൂപ്പ് ഹോസ്പിറ്റൽ ഡയറക്ടർ CP ഹംസ, ഫാമിലി ഹോസ്പിറ്റൽ ജനറൽ പ്രാക്ടീഷണർ NJ ജിഷ്ണു, സംവിധായകൻ നിതീഷ്, ഓട്ടോ ഡ്രൈവേഴ്സ് പ്രതിനിധി രമേശൻ, K മുജീബ് റഹ്മാൻ, മുഹമ്മദ് അർഷാദ്, സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിട ഉടമ പ്രദീപ് പാറയ്ക്കൽ, സീനിയർ ലാബ് ടെക്നീഷ്യൻ ആര്യ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെയാണ് ഫാമിലി ഹോസ്പിറ്റൽ പ്രവർത്തിക്കുക. അത്യാഹിത വിഭാഗം, ലബോറട്ടറി, ECG, ഫാർമസി, നെബുലൈസേഷൻ എന്നിവ ഫാമിലി ഹോസ്പിറ്റലിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികളിലും മുതിർന്നവരിലും മറ്റ് ജനറൽ വിഭാഗത്തിലുമായി പ്രമേഹം, ബ്ലഡ് പ്രഷർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയിൽ പരിചയസമ്പന്നനായ ഡോക്ടർ NJ വിഷ്ണുവിന്റെ സേവനം ലഭ്യമാകും. ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 10 വരെയാണ് ഡോക്ടറുടെ സേവനം ലഭ്യമാവുക. ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഫാമിലി ഹോസ്പിറ്റലിൽ നടത്തും. സ്പെഷ്യൽ ടെസ്റ്റുകളായ മൈക്രോബയോളജി, ഹോർമോൺ ടെസ്റ്റുകൾ, ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, പത്തോളജി, ക്ലിനിക്കൽ പത്തോളജി എന്നിവ അംഗീകൃത ലാബുകളിൽ അയച്ച് ഉത്തരവാദിത്തത്തോടെ റിസൾട്ട് നൽകുന്നതാണ്. നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ഹെൽത്ത് ചെക്കപ്പിന് 440 രൂപയാണ് ഫാമിലി ഹോസ്പിറ്റലിൽ ഈടാക്കുക. ഹൃദയ പരിശോധന, പ്രമേഹ പരിശോധന, കൊളസ്ട്രോൾ, വൃക്ക സംബന്ധമായ രോഗങ്ങൾക്കുള്ള ടെസ്റ്റുകൾ, ബ്ലഡിന്റെ അളവ്, മൂത്രാശയ രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ, സന്ധി രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ഡോക്ടറുടെ സേവനം എന്നിവ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നു. പ്രമേഹം, ബ്ലഡ് പ്രഷർ തുടങ്ങിയ രോഗങ്ങളുള്ള വ്യക്തികൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തേണ്ട പരിശോധനകൾ 800 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പാക്കേജിൽ ഫാമിലി ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. 3 മാസത്തെ ആവറേജ് ഷുഗർ ലെവൽ, ഷുഗർ ടെസ്റ്റ്, എല്ലാ ഘടകങ്ങളും ഉൾപ്പെടെയുള്ള കൊളസ്ട്രോൾ ടെസ്റ്റ്, കിഡ്നി ടെസ്റ്റ്, ലിവർ ടെസ്റ്റ്, മൂത്രാശയ രോഗങ്ങൾ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഹൃദയ പരിശോധന, സന്ധി രോഗങ്ങൾ, ഡോക്ടറുടെ പരിശോധന എന്നിവ ഏറ്റവും കുറഞ്ഞ പാക്കേജിൽ ഉൾപ്പെടുന്നു. ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 10 വരെയാണ് ലാബ് പ്രവർത്തിക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നു. ഇതോടൊപ്പം ഏതുതരം രോഗങ്ങളിലായാലും ഒരു ഫാമിലി ഡോക്ടറുടെ സേവനം ഫാമിലി ഹോസ്പിറ്റൽ ഉറപ്പു നൽകുന്നു. മിതമായ നിരക്കിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യരംഗത്തെ കൃത്യമായ പരിചരണത്തിലൂടെ സുഗമമാക്കുക എന്നതാണ് ഫാമിലി ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് G-മാർട്ടിന്റെ 61ാമത് ഷോറൂം തൃശൂർ പൂത്തോളിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും. പൂത്തോളിൽ പ്രവർത്തനം സജ്ജമായിരിക്കുന്നത് മെഗാ ഷോറൂമാണെന്ന് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് G-മാർട്ട് ചെയർമാൻ കൂടിയായ ഗോപു നന്ദിലത്ത് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K രാജൻ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് G-മാർട്ടിന്റെ മെഗാ ഷോറൂം ഉദ്ഘാടനം ചെയ്യും. ഓണക്കാല ഓഫറുകളുടെ ഭാഗമായുള്ള വക്കാലക്ക ഓഫറിലൂടെ വലിയ സമ്മാനനിരയാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്.
ഇപ്പോൾ ആ പുതിയ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നന്ദിലത്ത് ജിമാർട്ട് വക്കാലക്ക ഓഫർ. വക്കാലക്ക ഓഫറിലൂടെ ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ നൽകുന്നത്, അതും കൊച്ചിയിൽ. അതിനോടൊപ്പം തന്നെ 5 ഉണ്ടായി കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു. അതിനോടൊപ്പം തന്നെ 100 LED, 100 റെഫ്രിജറേറ്റർ, 100 വാഷിംഗ് മെഷീൻ, ഇതെല്ലാം നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും വേറെ നൽകുന്നു. ഇതെല്ലാം ഗോപുനന്ദി ജിമാർട്ടിൻ്റെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ 1/4 പങ്കും ഞങ്ങൾ ഓണക്കാലത്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നൽകുകയാണ്. കേരളത്തിലെ എല്ലാ ഷോറൂമുകളിൽ നിന്നും 2025 ജൂലൈ 20 മുതൽ 2026 ജനുവരി 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കാണ് ജിമാർട്ട് വക്കാലക്ക ഓഫറിലൂടെ വലിയ സമ്മാനങ്ങൾ നൽകുക. ഇന്ന് ഇപ്പോൾ 61ാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ഒരു പ്രീ ലോഞ്ച് പോലെയാണ് നിങ്ങളെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഓണത്തിന്റെ ഓഫർ വക്കാലക്ക അത് നിങ്ങൾ ഗോപു സാറ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിനെ പറ്റിയിട്ട് എല്ലാ വർഷവും ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ഓഫറും കാര്യങ്ങളുമായിട്ട് വരാറുണ്ട്. ഇപ്രാവശ്യം വ്യത്യസ്തമായി വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേരും അതോടൊപ്പം കൈനിറയ സമ്മാനങ്ങളും ഓഫറുകളുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ഗോകുലനന്ദന ജിമാർട്ട് എനിക്ക് തോന്നുന്നു 43 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 5 കോടിയിലധികം കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. കാരണം അത്രയും ബാക്കപ്പ് ഉള്ള ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഗോകുലനന്ദന ജിമാർട്ട്. ഇത് മാത്രമല്ല, നമ്മൾ ഡീൽ ചെയ്യുന്ന ബ്രാൻഡ്സ് തന്നെയായാലും ഇന്റർനാഷണൽ ബ്രാൻഡ്സ് മുതൽ ഇന്ത്യൻ നിർമ്മിത ബ്രാൻഡ്സ് എല്ലാം നമ്മൾ ഒരു വൺ റൂഫിൽ എല്ലാം ഒരു കുടക്കീഴിൽ അടിയിലാണ് നമ്മളെല്ലാം കൊണ്ടുപോകുന്നത്. ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 5 ഹ്യുണ്ടായി എക്സ്റ്റർ കാറുകൾ, 180 LED ടിവികൾ, 100 വാഷിംഗ് മെഷീനുകൾ, 100 റെഫ്രിജറേറ്ററുകൾ എന്നിവ നറുക്കെടുപ്പിലൂടെയും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട്. കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനമായി നേടാനും നന്ദിലത്ത് ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി അവസരമൊരുക്കിയിട്ടുണ്ട്. ഇനി ഈ ഓണക്കാലത്ത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ ഡിജിറ്റലിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചലഞ്ചിങ് സ്കീമിലാണ് എത്തുന്നത്. നമ്മൾ ചലഞ്ച് ചെയ്യാണ്, ഈ മാർക്കറ്റിനെ ചലഞ്ച് ചെയ്തിട്ടാണ് പ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഓണക്കാലത്ത് ഇന്ന് ലാപ്ടോപ്പിലാണെങ്കിലും മൊബൈൽസിലാണെങ്കിലും ഗാഡ്ജറ്റ്സിലായാലും വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് ഗാഡ്ജറ്റ്സിൽ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാ കസ്റ്റമേഴ്സും ഗോപുനന്ദൻ ജിമാർട്ട് വിസിറ്റ് ചെയ്യുക. അത് നല്ല ഓഫേഴ്സ്, ക്യാഷ് ബാക്ക്, കാർഡ് EMI അല്ലെങ്കിൽ നമ്മുടെ അഡീഷണൽ എല്ലാ സ്കീമുകൾ, കമ്പനികളുടെ സ്കീമുകൾ എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഓണക്കാലം ഗോപുനന്ദൻ ജിമാർട്ട് ഒരു കസ്റ്റമേഴ്സിന് ഓഫറിൻ്റെ ഒരു നല്ലൊരു ഓണക്കാലമാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാവരും ഗോപുനന്ദൻ ജിമാർട്ട് വിസിറ്റ് ചെയ്യുക. ഉദ്ഘാടന ദിവസമായ ഞായറാഴ്ച ഷോറൂം സന്ദർശിക്കുന്നവർക്കും പർച്ചേസ് ചെയ്യുന്നവർക്കുമായി വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ ഓരോ മണിക്കൂറിലും വലിയ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു 32 ഇഞ്ച് LED TV വീതം 10 ടിവികൾ ഉദ്ഘാടന ദിവസം സമ്മാനമായി നൽകും. 2025 ഫെബ്രുവരി 20 ആരംഭിച്ച മെയ് 31 വരെ നീണ്ടുനിന്ന ചില്ലാക്സ് ഓഫർ സീസൺ 2വിലെ 10 വിജയികൾക്ക് നന്ദിലത്ത് ജിമാർട്ട് പുത്തോൾ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഷോറൂം അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, പി ബാലചന്ദ്രൻ MLA എന്നിവർ ചേർന്ന് മാരുതി എസ്പ്രസോ കാറുകൾ സമ്മാനമായി നൽകും. ഈ ഓണക്കാലം കൂടുതൽ സന്തോഷകരമാക്കാൻ നന്ദിലത്ത് ജിമാർട്ട് പ്രത്യേകമായി ഒരുക്കുന്ന അത്തം പത്തോണം ലക്പതി ഓഫറും പുതിയ മെഗാ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 26 മുതൽ 2025 സെപ്റ്റംബർ 4 വരെയുള്ള 10 ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 10 ഭാഗ്യശാലികൾക്ക് പ്രത്യേക സമ്മാനവും നൽകും. ഓരോ ദിവസവും തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭാഗ്യശാലിക്ക് 1 ലക്ഷം രൂപ വീതം 10 ദിവസവും സമ്മാനമായി നൽകുന്നതാണ് പ്രത്യേക ഓഫർ. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ ഗോപു നന്ദിലത്ത്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത്, സി സുബൈർ PA, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NP ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നന്ദിലത്ത് ജിമാർട്ടിന്റെ വക്കാലക്ക ഓഫർ പരസ്യങ്ങളുടെ ലോഞ്ചും വാർത്താ സമ്മേളനത്തിൽ നടന്നു. ചേർപ്പിൽ അയൽവാസിയുടെ വീട്ടുവളപ്പിലെ കൂറ്റൻ മരങ്ങളുടെ അപകട ഭീഷണിയിൽ കഴിഞ്ഞ് ഒരു കുടുംബം. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷന് സമീപം പെരുവനത്ത് ബാബുവിന്റെ ഓടുമേഞ്ഞ വീടാണ് സമീപ വളപ്പിലെ മരങ്ങൾ മൂലം അപകടാവസ്ഥ നേരിടുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് ബാബു പെരുവനത്തിന്റെ വീട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ സമീപത്തെ പുരയിടത്തിലെ തേക്കുമരത്തിന്റെ കൂറ്റൻ കൊമ്പ് ഒടിഞ്ഞു വീണത് ബാബുവിന്റെ വീട്ടിലെ ശുചിമുറിക്ക് മുകളിലായിരുന്നു. സമീപത്ത് തന്നെ പാത്രങ്ങൾ കഴുകുകയായിരുന്ന ബാബുവിന്റെ ഭാര്യ വിജയ ശബ്ദം കേട്ട് ഓടിമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൂറ്റൻ തേക്കും പുളിമരവും ഉൾപ്പെടെയുള്ളവ ബാബുവിന്റെ ഓടുമേഞ്ഞ വീടിന് എന്നും അപകടാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്.
മതിലിനോട് ചേർന്നുള്ള തേക്കുമരവും പുലിമരവും മുറിച്ചുമാറ്റി അപകടാവസ്ഥയിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ചേർപ്പ് പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞ ഫെബ്രുവരി 17 ബാബു പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കൂടാതെ ഇവരുടെ വീട്ടിലെ അടുക്കള കിണറിന്റെ അവസ്ഥയും തീർത്തും പരിതാപകരമാണ്. പുളിയിലയടക്കം വീണ് കിണർ വെള്ളം ഉപയോഗശൂന്യമായി. ഇതിനെതിരെ ആരോഗ്യവകുപ്പിന് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. കിണറുണ്ടായിട്ടും പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട ദുരവസ്ഥയിലാണ് ഈ കുടുംബം. അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കണിമംഗലത്ത് തട്ടുകടയിൽ തീപിടുത്തം. അപകട സമയത്ത് ഔദ്യോഗിക ആവശ്യത്തിനായി അതുവഴി പോയിരുന്ന മന്ത്രി കെ രാജന്റെ ഇടപെടലാണ് ആളപായം ഒഴിവാക്കിയത്. കണിമംഗലം മേൽപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിലായിരുന്നു തീപിടുത്തം. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് 7:30 സംഭവം. മേൽപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ പാചകവാതകം ചോർന്നതിനെ തുടർന്നായിരുന്നു തീപിടുത്തമുണ്ടായത്. സിലിണ്ടറിന് മുകളിൽ തീ ഉയരുന്നത് കണ്ട മന്ത്രി കെ രാജൻ കാറിൽ നിന്നിറങ്ങി അപകടമുണ്ടായ സ്ഥലത്തെത്തി. തുടർന്ന് അദ്ദേഹം ഫയർഫോഴ്സിനെ ഉടൻ തന്നെ വിളിച്ച് വരുത്തുകയായിരുന്നു. തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് തീപിടിച്ച ഗ്യാസ് സിലിണ്ടർ തട്ടുകടയിൽ നിന്ന് പുറത്തെത്തിച്ച് തീ അണയ്ക്കുകയായിരുന്നു. ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ച മൂലമുണ്ടായ തീപിടുത്തം ഉടൻ തന്നെ ഒഴിവാക്കിയതിനാൽ ആളപായം അടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി. ചേർപ്പ് പെരുവനം മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശത്തിനോടനുബന്ധിച്ച് ആദരണീയം ചടങ്ങ് സംഘടിപ്പിച്ചു. ഭഗവതിയുടെ സുവർണമുദ്ര സമർപ്പണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവുമായിരുന്നു ആദരണീയം. പാചക കലാരംഗത്ത് 20 വർഷം പിന്നിട്ട ചെറുവത്തൂർ മനക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാടാണ് ഈ വർഷത്തെ ഭഗവതിയുടെ സുവർണമുദ്രയ്ക്ക് അർഹനായത്. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ആദരണീയം ചടങ്ങിൽ ക്ഷേത്രം ഊരാളൻ ചിറ്റൂർ മനക്കൽ വിമൽ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് ഭഗവതിയുടെ സുവർണമുദ്ര സമർപ്പിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കോരമ്പത്ത് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വൈസ് പ്രസിഡന്റ് VN സുരേഷ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകളും സമ്മാനിച്ചു. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനത്തിൽ അവണിശ്ശേരിയിൽ തിരംഗയാത്രയുമായി BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ തിരംഗയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബബീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ വൃന്ദ ദിനേശ്, സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശ്ശേരി എന്നിവർ തിരംഗയാത്രയ്ക്ക് നേതൃത്വം നൽകി. അവണിശ്ശേരി പഞ്ചായത്തിൽ 18 കിലോമീറ്ററോളം ദൂരം ബൈക്കിൽ സഞ്ചരിച്ച തിരംഗയാത്രയിൽ 100-ലേറെ പ്രവർത്തകർ പങ്കെടുത്തു. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ 79ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വൈവിധ്യമാർന്ന കലാപരിപാടികളും മത്സരങ്ങളും ഉൾപ്പെട്ടതായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം. സ്കൂൾ പ്രധാനാധ്യാപിക ജെൻസി ജോസ് പതാക ഉയർത്തി. സ്കൂൾ മാനേജർ ഫാദർ പോളി നീലങ്കാവിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് PR ജോണി അധ്യക്ഷനായി. MPTA പ്രസിഡന്റ് ഷിതി ഷൈൻ അധ്യക്ഷയായി. സ്റ്റാർലിൻ ഷിൻഡോ, അധ്യാപിക രമ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ YMCA നാഷണൽ സെക്രട്ടറി ജസ്മരിയ ആൻഡോ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, ദേശഭക്തി ഗാനാലാപനം എന്നിവയും PTAയുടെ നേതൃത്വത്തിൽ മധുര വിതരണവും നടന്നു. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് പാലിശ്ശേരി ALP സ്കൂൾ. കുട്ടികളുടെ പരേഡ്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷപകർച്ചാവതരണം എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീജ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് റോസ്മേരി അബേഷ് കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് കുട്ടികളുടെ പ്രസംഗം, ദേശഭക്തി ഗാനാലാപനം, സ്വാതന്ത്ര്യദിന നൃത്തം, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷപകർച്ച എന്നിവയും അരങ്ങേറി.
രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി പതാക ഉയർത്തി. ബ്ലോക്ക് സെക്രട്ടറിമാരായ രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, നാരായണൻ മാടമ്പി, മണ്ഡലം ഭാരവാഹികളായ ജോൺസൺ മുത്തുപീടിക, ബെന്നി പെരിഞ്ചേരി, KF ജോസഫ്, സുന്ദര രാജൻ, KR ശ്രീനിവാസൻ, EN വിജയകുമാർ, ബെൻജിത്, VB മനോജ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രശ്മി ബൈജു, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ചേർപ്പിൽ കോൺഗ്രസ് 17ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സെന്ററിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ നാരായണൻകുട്ടി ദേശീയ പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷനായി. PH ഉമ്മർ, കരീം, PS ഫൈസൽ, സലീം, സുജിത്ത് തേറമ്പത്ത്, ഹനീഫ, ഷെഫീഖ് കൊട്ടാരത്തിൽ, നസീർ, നൌഷാദ്, ഷിയാസ്, ഷംസുദ്ദീൻ എന്നിവർ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് നേതൃത്വം നൽകി. അവണിശ്ശേരി ബാപ്പുജി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്കടക്കം ആദരമൊരുക്കിയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം ക്ലബ്ബ് ഒരുക്കിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ പതാക ഉയർത്തി. കഴിഞ്ഞ അധ്യയന വർഷം SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അദ്ദേഹം ആദരിച്ചു. ഡോക്ടറേറ്റ് നേടിയ ഗിരീഷ് പെരിഞ്ചേരി, ഡോക്ടർ രാഗിത, പത്രവിതരണ രംഗത്ത് 50 വർഷം പിന്നിട്ട MR രാമകൃഷ്ണൻ എന്നിവരെയും ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി. VB രാജേന്ദ്രൻ, VB ശശികുമാർ, MK ഉണ്ണികൃഷ്ണൻ, MR സുരേഷ് കുമാർ, KK വിജയൻ, PR രമേശ്, ലോമി ലോന എന്നിവർ സംസാരിച്ചു. നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 79ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധ വിഭാഗങ്ങളിലായുള്ള പ്ലാറ്റൂണുകൾ ഉൾപ്പെട്ട സ്വാതന്ത്ര്യദിന റാലിയോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. പ്രധാനാധ്യാപിക ഇൻചാർജ് K ശ്രീലത പതാക ഉയർത്തി. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. SPC, JRC, ലിറ്റിൽ കൈറ്റ്സ്, NSS കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പ്ലാറ്റൂണുകൾ സ്വാതന്ത്ര്യദിന റാലിയിൽ അണിചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് SPC കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. ബ്ലോക്ക് മെമ്പർ കാർത്തിക ജയൻ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, SMC ചെയർമാൻ CK സുദേവൻ, PTA വൈസ് പ്രസിഡന്റ് ഷൈനി ശ്രീനിവാസൻ, സ്റ്റാഫ് സെക്രട്ടറി സമീന തോമസ്, PTA ഭാരവാഹികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9275 രൂപ, പവന് 74,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ശോചനീയാവസ്ഥയിലും ബലക്ഷയത്തിലുമുള്ള ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിന്റെ അറ്റകുറ്റപ്പണിയിലൂടെ ലക്ഷങ്ങളുടെ അഴിമതി നടത്താൻ ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് BJPയുടെ പ്രതിഷേധം. DYFI ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തായംകുളങ്ങരയിൽ സമരസംഗമം സംഘടിപ്പിച്ചു. ഞങ്ങൾക്ക് വേണം തൊഴിൽ, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സമരസംഗമം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് പുല്ലാനിക്കാട് റോഡിലുള്ള വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ കേന്ദ്രമാക്കി മാറ്റുന്നുവെന്നാരോപിച്ച് പ്രതിഷേധ മാർച്ച്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.